ഹണി സ്പൈസി കേക്കാണ്, ഇവരിത് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അത് 500 ഗ്രാമിൻ്റെയാണ് ബോട്ടിൽ. പക്ഷെ നമുക്ക് 600 ഗ്രാം 100 ഗ്രാം എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. 500 ഗ്രാമിൻ്റെ പൈസ വാങ്ങണുള്ളൂ. 1/2 കിലോൻ്റെ 2 ബോട്ടിൽ 2 ആൾക്ക് നമ്മൾ ഗിവ് അവേ വെക്കുന്നുണ്ട്. കാടമുളകുണ്ട്, അച്ചാറ്, നാരങ്ങ, നെല്ലിക്ക, ചെമ്മീൻ, മീൻ, ബീഫ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി. വെളുത്തുള്ളി എല്ലാം ഉണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം എത്ര മാസമായി തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ 2 വർഷമായോ? അപ്പോൾ അങ്ങനെ പബ്ലിക് ആക്കിയിട്ടില്ല, ഇപ്പോഴാണ് പബ്ലിക് ആക്കി. നമ്മളൊക്കെ പോകണ അറിയോ? നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയൊക്കെ ഒരു റാസി ഡിസൈൻസ് പറഞ്ഞത് കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മളെ നാട്ടുകാരാണ്. അപ്പോൾ നമ്മളെ നാട്ടുകാരാകുമ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ? സാലേക്കോ എന്താ പാട്? ഇതിപ്പോൾ എന്തൊക്കെ അച്ചാറുണ്ടോ ഇവിടെ? ഇപ്പം ഞാൻ സത്യത്തിൽ എന്താണ് നിങ്ങളതാണെന്നുള്ളത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഞാനല്ല, എൻ്റെ മോളാണ്. ശരി. അല്ല ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽ ഇങ്ങനെ കാണുന്നുണ്ട്. റാസി ഡിസൈൻസ് കുറേ അച്ചാറിന് UAE-ക്കും UK-ക്കും അയച്ചതിൻ്റെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് എന്തായാലും വിളിച്ചോക്കാം. അപ്പം എന്നോട് കൂടുതലും വിദേശ രാഷ്ട്രങ്ങൾക്കാണ് ഓർഡർ കൂടുതൽ വരുന്നത്. ശരി. പിന്നെ ഇപ്പോൾ നാട്ടിൽ അറിഞ്ഞ് വരൽ തുടങ്ങി, നാട്ടുകാരും ഇഷ്ടംപോലെ കൊണ്ടുപോകും. ഇവിടുത്തെ അപ്പം നമ്മുടെ നാട്ടിലത്തെ ഒരാളാകുമ്പോൾ നമ്മൾ ഓരോന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമാണല്ലോ. കാരണം എവിടെയും കിട്ടാത്ത വെറൈറ്റി ഐറ്റംസ്. എന്തൊക്കെ അച്ചാറുള്ളത്? കാടമുളകുണ്ട്, അച്ചാറ്, നാരങ്ങ, നെല്ലിക്ക, ചെമ്മീൻ, മീൻ, ബീഫ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി. പിന്നെ ഈ അച്ചാറുള്ളത് എന്തൊക്കെയുള്ളത്? അച്ചാറ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചമ്മന്തി അങ്ങനത്തെ ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി വേണമെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലും അതുണ്ട്, എല്ലാം ഉണ്ട്. ഓരോരോ കസ്റ്റമറിൻ്റെ ഓർഡറിനനുസരിച്ചിട്ട് അവരെന്താണ് ഓർഡർ ചെയ്യുന്നത്, വിവിധ തരം പുറത്ത് കിട്ടാത്ത ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി. നിങ്ങൾ പറഞ്ഞത് എന്താണ് മറ്റേ കാടമുട്ടയുടെ അരച്ചാണ്. അപ്പോൾ അതെങ്ങനെ അത് ഒരു വെറൈറ്റി എന്തൊരു കേട്ടില്ല. അത് വെറൈറ്റിയാണ്. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാം. വേറെ അച്ചാറിൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് കാടമുട്ടയുടെ അച്ചാറാണ്. ഈ ആദ്യം ഈ കാടമുട്ടയുടെ അച്ചാർ എന്നുള്ള തോട്ടങ്ങനെ വന്നത് ഇതൊരു വെറൈറ്റി ആണല്ലോ. ഇത് അങ്ങനെ ആരും ഉണ്ടാക്കാത്തതാണ്, കേട്ടിട്ടില്ല. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കണം തോന്നി. ഏറ്റവും നിങ്ങളുടെ അച്ചാറിൽ ഏറ്റവും എന്താണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നത് ഏതാണ്? കാടമുട്ടക്കാണ്. കാടമുട്ട ആദ്യമൊക്കെ അവർ പറയും, കാടമുട്ട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇതാണ് കാടമുട്ട മുട്ട എന്നുള്ള ഒരു ഇതില്. പിന്നെ അച്ചാർ കഴിച്ചപ്പോൾ വീണ്ടും കൊണ്ടുപോയി ആൾക്കാർ. ഇത് പറഞ്ഞാൽ കുറച്ച് സ്പൈസിയാണ്, പിന്നെ ചെറുതായിട്ട് നമ്മൾ മധുരം ഉണ്ടാവും, അങ്ങനെ രണ്ടും കൂടെ ആയിട്ടുള്ളതാണ്. പിന്നെ ഉണക്കമുന്തിരി നമ്മൾ ആഡ് ചെയ്യും, പിന്നെ കാടമുട്ട, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെയൊക്കെ ഓരോ ഐറ്റംസ് ആണ് സാധാ ഇതിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. ശർക്കര അങ്ങനെയാണ് ഇടണത്. അത് എന്തിന്റെ എത്ര എക്സ്പയറി ഡേറ്റ് ഒക്കെ എങ്ങനെ നിങ്ങൾ വെക്കുന്നത്? മുട്ട ആകുമ്പോൾ ഇതിപ്പോൾ ഒരു 1.5 മാസത്തോളം ഇരിക്കും കാടമുട്ട പുറത്ത് തന്നെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് അതിലും കൂടുതലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാം. അല്ലാത്തപ്പോൾ നമ്മൾ സ്പൂണൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ അങ്ങനെ ഉപയോഗിക്കുക. നമ്മളതിലുള്ള ശ്രദ്ധയും കാര്യങ്ങളും കൊടുക്കും. ഒരുവിധം എല്ലാ അച്ചാറും ഉണ്ട്. അവരേതാണോ പറയുന്ന അച്ചാർ വെച്ചാൽ അതെല്ലാം കസ്റ്റമർ ഏത് ആവശ്യപ്പെട്ടാലും എല്ലാം അതുണ്ട്. അച്ചാർ മാത്രമല്ല ഫുഡ് ഐറ്റംസ് ഉണ്ട് എല്ലാവരും. അച്ചാറില് ബീഫ്, കേര, ചെമ്മീന്, സ്രാവ്, പിന്നെ നെല്ലിക്ക, നാരങ്ങ, കാടമുട്ട, പിന്നെ മീൻ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ വെജിറ്റബിൾ മിക്സ് ആയിട്ടുണ്ട്, കാന്താരി മാങ്ങ, ചെമ്മീൻ മിക്സ് മാങ്ങ, ഈത്തപ്പഴം, പിന്നെ ഈത്തപ്പഴം ചെറുനാരങ്ങ മിക്സ് ഉള്ളതുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഈത്തപ്പഴമായിട്ട് അതിൽ വരും. പിന്നെ നമ്മൾ പുളിയിഞ്ചി വരും. അപ്പൊ അങ്ങനത്തെ ഒക്കെ സ്വീറ്റ് ഐറ്റം ഇതൊക്കെയാണ്. എല്ലാ ഐറ്റംസും ഇല്ല, ഇന്നുണ്ടാക്കിയ ഐറ്റംസ് കംപ്ലീറ്റ് ആയിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഓർഡർ ഓർഡർ ഉള്ളത് നാളെയും മറ്റന്നാളും കൂടെ കൊടുക്കും. ഓർഡറിനനുസരിച്ചിട്ട് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കി വെക്കൂല. അപ്പോൾ മോള് പറഞ്ഞു നിങ്ങൾ എല്ലാ സാധനങ്ങളും നിങ്ങൾ എത്ര പറയണത് ആ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കും. പിന്നെ കേക്ക് ഐറ്റംസ് അതേപോലെ തന്നെ ഏത് ഫ്ലവറാണ് പറയുന്നത് ആ ഫ്ലവർ എല്ലാം. 500 ഗ്രാമിൻ്റെയാണ് ബോട്ടിൽ. പക്ഷെ നമുക്ക് 600 ഗ്രാം 100 ഗ്രാം എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. 500 ഗ്രാമിന്റെ പൈസ വാങ്ങണുള്ളൂ. പിന്നെ 500 ഗ്രാം പിന്നെ ചെറിയ ബോട്ടിൽ എത്ര? പിന്നെ 350 250ഉം 500 ആണ് അതെ കൊടുക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ ബോട്ടിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് വരാനുള്ളൊരു ഇതെന്താണ്? പൊതുവെ എല്ലാത്തിലും എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാത്തിലും ഇൻവോൾവ് ആവണം. കുക്കിങ്ങിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കണം. എല്ലാവരെക്കാളും എനിക്ക് മാറി മാറി ചിന്തിക്കണം ഓരോന്ന്. അപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട് ഏകദേശമൊക്കെ. ഇപ്പോൾ അച്ചാർ വേറെ എന്തൊക്കെ ഉണ്ടാക്കുന്നത്?
ഫുഡ് ഐറ്റംസ് ഇപ്പം നമ്മൾ ഇതിൽ തന്നെ ബീഫ് വരട്ടിയത് അങ്ങനത്തെ ഐറ്റംസ്, പൊരിക്കടികൾ, കേടുവരാത്ത ഐറ്റംസ് ഗൾഫ് കൊടുത്തേക്കാളെ അങ്ങനെ ഉണ്ട്. പിന്നെ കേക്ക് ഐറ്റംസ്, കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, ബർത്ത്ഡേ കേക്ക്. പിന്നെ നമ്മൾ കേക്കിന്റെ ബണ്ണ് മാത്രം അങ്ങനെ ആയിട്ടുള്ളത്. അത് ഹണി സ്പൈസി കേക്ക് ആണ് അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത്. അത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്. വേറെ എവിടെ കിട്ടില്ല. ഇല്ലല്ല, അത് ഇവിടെ മാത്രം കിട്ടുള്ളൂ. ഹണി സ്പൈസി കേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റാസി ഡിസൈൻസ് ഉള്ള പേജ് ഫോളോ ചെയ്താൽ അതിൽ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ അത് ഇവർക്ക് മാത്രമേ കിട്ടുള്ളൂ. സോഫ്റ്റ് ഒരു മധുരം, അതുപോലെ നമ്മുടെ കുരുമുളകിൻ്റെ സ്പൈസിനെസ്സും കൂടി സംഭവം ടേസ്റ്റ് ഉണ്ട്. ഇത് ഇവരൊന്ന് ഓർഡർ ചെയ്തിട്ട് തീർച്ചയായിട്ടും വാങ്ങി കഴിക്കേണ്ട സാധനം കേട്ടോ. ഒരു വെറൈറ്റിയാണ്. നമ്മളെ ഈ മറ്റേ കാന്താരി ഹലുവ ഒക്കെ കഴിക്കില്ല, ആ ഒരു ഫീലിംഗ് ആണ്. ഇത് ചോക്ലേറ്റ് അല്ല, ചോക്ലേറ്റ് കേക്കാണ്. ഇതിൻ്റെ കൂടി നമുക്കൊന്ന് ചോക്ലേറ്റ് സാറാ. ഇത് പ്രൊമോഷനായിട്ട് കണ്ടത് ഇപ്പോൾ നമ്മളെ അയൽവാസിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നേരത്തെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലിങ്ങനെ റീൽസ് ഇത് കണ്ടേക്കാൻ അതൊരു ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഇന്ന ആളാണെന്ന് പറഞ്ഞത്. സ്പെഷ്യൽ കാടമുട്ടയാണ്. ഇന്ന് തന്നെ തുടങ്ങിയതാ. വെക്കേണ്ട തന്നെയാണ്. ഞാൻ നോട്ടെ. കാടമുട്ടയും ഈ മസാലയും കൂടി ആകുമ്പോൾ അച്ചാറിൻ്റെ കൂട്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് കഴിക്കണേ. ഇവരെ നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ചേർക്കും. എല്ലാവരും ഒന്ന് വാങ്ങിക്കഴിക്കുക. ബീഫും നോക്കാം. ബീഫ് കഴിക്കൂലേ? ഇല്ല, എനിക്ക് തോന്നെ തരാം. ഇതുപാട് എന്തമ്മാൻ്റെ അച്ചാറ് സൂപ്പറാ. ഇത് കഴിക്കലുണ്ടോ? ബീഫിൻ്റെ അച്ചാറും ഒന്ന് പറഞ്ഞ് ഒന്നിനെ പറയാൻ പറ്റില്ല. എല്ലാതും മെച്ചം തന്നെയാണ്. നമ്മുടെ നാട്ടിലെങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാൻ കുറച്ച് വൈകുന്നുണ്ടോ. കേര അപ്പോൾ അതും കൂടി നോക്കുക. എല്ലാ അച്ചാറും നമ്മളൊന്ന് ടേസ്റ്റ് ബുക്കിൽ പോകുള്ളൂ. അല്ല, ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എടുക്കുക പോണത് UAE, സൗദി, അങ്ങനെ വിദേശ കൺട്രികൾക്കാണ് ഏറ്റവും. അതിപ്പോൾ ഇതിൽ ഇടയ്ക്ക് ഇത് കണ്ടല്ലോ, മറ്റേ ഇത് ചമ്മന്തി പൊടി ഉണ്ടായി UK കോഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി തന്നെ വരുന്നത്. ഇൻസ്റ്റാഗ്രാം വഴി ചമ്മന്തി പൊടി നോക്കാം. പിന്നെ ഇതേമാതിരി ആരെങ്കിലും ഉപയോഗിക്കുമ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞു ഡയറക്റ്റ് വരും. പബ്ലിസിറ്റി വേറെ വരും. അറിഞ്ഞവരൊക്കെ ഒരു പ്രാവശ്യം കൊണ്ടുവരൊക്കെ വീണ്ടും ഓർഡർ ചെയ്ത് അവരെ കുടുംബക്കാരോട് അങ്ങനെ അവർ അങ്ങനെ വരുന്നുണ്ട്. അതാണ് ഞങ്ങൾ വിജയം. കണ്ണൂർ ആ ഭാഗത്തുനിന്നൊക്കെ, കണ്ണൂര് പിന്നെ കോഴിക്കോട് ആ ഭാഗത്തുനിന്നൊക്കെ ഗൾഫ് പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സിൽ ഞങ്ങൾ ഇവിടുന്ന് കൊറിയർ വിട്ട് കൊടുക്കുക. അവരാണ് കൊണ്ടുപോകുന്നത്. അവരെ ഫ്രണ്ട്സ്. ഇതിപ്പോൾ എത്ര മാസമായി തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ 2 വർഷമായോ? അങ്ങനെ പബ്ലിക് ആക്കിയിട്ടില്ല. ഇപ്പോഴാണ് പബ്ലിക് ആക്കി. സാധനം എങ്ങനെയുണ്ട്, ക്വാളിറ്റി എങ്ങനെയുണ്ട് ആദ്യം എല്ലാതും ഒന്ന് എന്താ മറ്റേ ബ്ലോഗർമാർ പറയുമ്പോൾ മസ്റ്റ് ട്രൈ സാധനങ്ങളാണ്. ആദ്യം കുറച്ചുണ്ടാക്കിയിട്ട് വിതരണം ചെയ്യാം. അതിന്റെ അഭിപ്രായങ്ങൾ വന്നതിന് ശേഷമാണ് പരസ്യം ചെയ്യാൻ പറ്റുന്നത്. ഇരിക്കുന്നേ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ അച്ചാറുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെമ്മീനുണ്ട്, മാങ്ങ ഉണ്ട്, കാരമീനുണ്ട്, ബീഫുണ്ട്. ഇതല്ലാതെ തന്നെ വേറെ എന്തൊക്കെ അച്ചാറുകൾ വേറെ സ്പെഷ്യൽ വേറെ ഉള്ളത്? ഇതിലിനി കാന്താരി മാങ്ങ സ്പെഷ്യലാണ്, അത് ഇതിലില്ല. പിന്നെ ചെമ്മീൻ മാങ്ങ മിക്സ്, അത് ഉണക്ക ചെമ്മീൻ മിക്സ് ആയിട്ടുള്ളതാണ്. അത് നല്ല ടേസ്റ്റുള്ളതാണ്. പിന്നെ ചെറുനാരങ്ങ ഈത്തപ്പഴം മിക്സ് ഉള്ളതുണ്ട്. വെജിറ്റബിൾ മിക്സഡ് ആയിട്ടുള്ളത്. പിന്നെ കസ്റ്റമർ അതിനോട് എന്താണോ ആവശ്യപ്പെടുന്നത് ആ സാധനം ഉണ്ടാക്കി കൊടുക്കും ചെയ്യും. ഏത് രീതിയിൽ അച്ചാറുണ്ട് ആ കഞ്ഞിൽ വരാനുള്ളതാണ്. വേറെ സ്പെഷ്യൽ അച്ചാർ ഈ കാടമുട്ടയാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മുട്ടയായിട്ടുള്ളൊരു അച്ചാർ കഴിക്കുന്നത്. അപ്പോൾ ഈ അച്ചാർ 1/2 കിലോൻ്റെ കൊടുത്തിട്ട് നമുക്ക് 1/2 കിലോൻ്റെ 2 ബോട്ടിൽ 2 ആൾക്ക് നമ്മൾ ഗിവ് അവേ വെക്കുന്നുണ്ട്. അത് മുഹസിൻ വടക്കുമുറി എന്നുള്ള എൻ്റെ അക്കൗണ്ടും റാസി ഡിസൈൻസ് എന്നുള്ള ഇവരെ അക്കൗണ്ടും ഫോളോ ചെയ്ത് അതിൽ രണ്ടിലും കമൻ്റ് ഇടുന്ന ഇതിൽ നിന്നുള്ള കോമൺ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന 2 ആൾക്കാണ് ഈ അച്ചാർ കിട്ടുക. അപ്പോൾ 2 അക്കൗണ്ടും ഫോളോ ചെയ്ത് വെക്കുക, അതിൽ കമൻ്റ് ഇടുക. ജനുവരി 1-ാം തീയതിക്ക് നമുക്ക് കൊടുത്തുവിടാം, പുതുവർഷത്തിന് അന്ന് തന്നെ. അപ്പോൾ ജനുവരി 1-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി നമ്മൾ നറുക്കെടുക്കും. 2-ാം തീയതി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ കൊറിയർ അയക്കും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് വെക്കുക. ഇവരെ ഡെലിവറിക്ക് സാധനം നിങ്ങൾ ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഈ കാടമുട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതൊരു വെറൈറ്റി സാധനമാണ്. എല്ലാതും ഒന്നിനൊന്ന് മെച്ചാണ്. ചമ്മന്തിപ്പൊടിയൊക്കെ കഴിച്ച് നോക്കുമ്പോൾ ഒന്നിനൊന്ന് മെച്ചാണ്. മസ്റ്റായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.